ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. ഒരു കുഞ്ഞുവാവനെ കാണാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് അബി എന്നോട് പറഞ്ഞു നമുക്ക് ബൺ ക്ലബ്ബിൽ പോയി ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബൺ ക്ലബ്ബിൽ പോയി. ഇവിടെ വന്നാൽ എൻ്റെയും അബീൻ്റെയും ഫേവറേറ്റ് ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബംബോലിനി എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു ഇറ്റാലിയൻ ഡോണറ്റാണ്. ഉള്ളിൽ നല്ലൊരു ക്രീമി ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ്. ആ ബൺ ക്ലബ്ബിൽ മാത്രമേ അവരുടെ ഐറ്റാന്ന് തോന്നുന്നു, അവരുടെ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. സാൻഡ്വിച്ച് കഴിച്ചു. ഞാൻ അത്ര വലിയൊരു സാൻഡ്വിച്ച് ലവറല്ല, പക്ഷേ കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇവരുടെ ഈ ഡിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു മയോണൈസ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെനിക്കിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളത് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അമ്മ വിളിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് വരുന്ന വഴിക്കാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ കയറാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കയറി പെട്ടെന്ന് തന്നെ തിരിച്ച് വരണം, കാരണം വാവേനെ ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത്. പക്ഷേ പെട്ടെന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ ഒരു പ്രശ്നം, ഇങ്ങനെ ഓരോന്ന് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും. ഞങ്ങളല്ല, മെയിനായിട്ട് ഞാനാണ് ഇങ്ങനെ നോക്കി നിൽക്കുക. ഓരോ സാധനത്തിലേക്ക് എൻ്റെ കണ്ണ് ഇങ്ങനെ പോകും. അപ്പോൾ ഓരോന്നിൻ്റെയും വിലയൊക്കെ നോക്കി ഞങ്ങൾ കുറച്ച് അമ്മ അയച്ചെന്ന ലിസ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞങ്ങൾ അവിടെ നിന്ന് മീറ്റ് ചെയ്തു. ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ച് ഞങ്ങൾ പണ്ട് കോളേജിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നപ്പം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ തിരിച്ച് പാർക്കിങ്ങിലൂടെ വരുമ്പോഴാണ് ഒരു അടിപൊളി സൺലൈറ്റ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ആ സൺലൈറ്റ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവാം, മോള് കരയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങളെ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷമാണ് കേട്ടോ.